നമസ്കാരം. ഞാനിന്ന് ഇവിടെ ചോദിക്കാം എന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയിലെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തൃക്കിടമണ്ണ കടവിൽ ഉണ്ടായിരുന്ന തൂക്കുപാലത്തെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയത്തിലാണ് തൂക്കുപാലം പൂർണ്ണമായും തകർന്ന് നിരവധി യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഉൾപ്പെടെ എത്തുന്ന തൃക്കിടമണ്ണ ക്ഷേത്രം, അതുപോലെ കാരശ്ശേരി പഞ്ചായത്തിലെ തടപ്പറമ്പ്, പാലിയിൽ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ, കർഷകർ, വിദ്യാർത്ഥികൾ, ഇത്തരത്തിലുള്ള എല്ലാവരും ഒരു തൂക്കുപാലം തകർന്നതോടെ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ അവർ കിലോമീറ്ററുകൾ ചുറ്റി വേണം അവരുടെ നിത്യേനയുള്ള എല്ലാ കാര്യങ്ങൾക്കും യാത്ര ചെയ്യാൻ. ഇവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിനെ ഏത് രീതിയിൽ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള എല്ലാം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വരാം. എന്താണ് ഈ പാലം തകർന്നതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ്? പാലം തകർന്നുകൊണ്ട് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും മുക്കം മുനിസിപ്പാലിറ്റിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അവിടെ ബന്ധപ്പെടാനും സ്കൂൾ കുട്ടികൾക്ക് അനേകം ആളുകൾ ഇവിടെ തടപ്പറമ്പ് കുമാരനെല്ലൂർ ഭാഗത്തുള്ള ആളുകൾക്കും 10,000 ആളുകൾക്ക് എത്രയും പെട്ടെന്ന് മുക്കത്ത് എത്തിപ്പെടേണ്ട ഒരു പാലമായിരുന്നു. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കിലോമീറ്ററുകൾ വേണം ഈ മുക്കത്തെത്താൻ, മറ്റു പാലങ്ങൾ വഴി പോകാൻ. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പാലം തകരുന്നത്. പാലം ഉണ്ടാക്കിയ ഒരു മെയിൻ്റനൻസ് വർക്ക് 8 ലക്ഷം വെച്ച് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞേരെ 2018 പ്രളയത്തിൽ ഈ പാലം തകർന്നു. അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന VK വിനോദ് സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ട് മൂപ്പരുടെ സുഹൃത്തായ രാജേഷ് സ്പോൺസർഷിപ്പ് ചെയ്ത് 2 ലക്ഷത്തിന് പാലം പുതുക്കി പണിതു. പിന്നെ അടുത്ത വെള്ളത്തിൽ പോയപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയാണ് പാലം പണിതത്. അപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പാലം പൊളിഞ്ഞത്. ഇപ്പോൾ ഈ ഇതിൽ പാലം കാലടക്കം വളഞ്ഞ് റിപ്പയർ ചെയ്യാത്ത രീതിയിലുള്ള ഇതാണ് പോകുന്നത്. അപ്പോൾ ഒരു പുതിയ പാലം തന്നെയാണ് ഈ നാട്ടുകാരുടെയൊക്കെ ആവശ്യം. എത്രയും പെട്ടെന്ന് മുക്കത്ത് എത്തിപ്പെടാന്നുള്ളൊരു ആവശ്യമായിട്ടാണ് എല്ലാവരും വരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങൾ അപ്പോൾ അനുഭവിക്കുന്നത്? പെട്ടെന്ന് മുക്കം അങ്ങാടി ആയിട്ട് ബന്ധപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ രാവിലെ പോകുന്ന സ്കൂൾ കുട്ടികൾ, പാല് കൊണ്ടുപോകുന്ന ആളുകൾ, അനേക ആളുകൾ ഈ പാലാണ് ആശ്രയിക്കുന്നത്. ഇപ്പം പോവുകയാണെങ്കിൽ 3-4 കിലോമീറ്റർ അപ്പുറത്തൂടെ വെൻ്റ് പൈപ്പ് അല്ല അവസ്ഥയും കൂടി കറങ്ങി പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയാസങ്ങൾ ഇപ്പോൾ എല്ലാവരും നേരിടുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പുതിയ പാലാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം. ഈ പാലത്തെ നിത്യേന ആശ്രയിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, മറ്റ് കർഷകർ എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് സ്കൂളിലൊക്കെ പോകാൻ പ്രയാസമുണ്ട്? ഇപ്പോൾ എന്തൊക്കെ പ്രയാസമുള്ളത് പറയും? പാലം പൊട്ടിയോണ്ട് മുക്കത്തേക്ക് എത്താനൊക്കെ പ്രയാസാണ്. സ്കൂളിൽ എത്താൻ വൈകുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെ പോകുന്നത്? മുഖത്ത് കൂടെ കറങ്ങിട്ട് പോകും. ചുറ്റി വളഞ്ഞാണോ പോണത്? എന്താണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പാലം വേണം. കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് സ്കൂളിൽ എത്തുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു പാലം വേണം. എന്താ പാലം പൊട്ടിയതുകൊണ്ട് എന്നുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാ? അത് മുക്കത്ത് ഞാൻ ജുഡോ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പ്രൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും നേരത്തെ അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ എപ്പോഴും നേരത്തെ എത്താൻ പറ്റുന്നില്ല എന്നുള്ള പ്രയാസമാണുള്ളത്. പാലം തകർന്നുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, പിന്നെ കർഷകർ, മറ്റുള്ള എല്ലാവർക്കും ഈ തടപ്പറമ്പ് വായിൽ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാലം, ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇതിപ്പം ഭാഗ്യമായിട്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലുള്ളത്. അപ്പോൾ ഇത് പുതുക്കി പണിത് റിപ്പയർ ചെയ്ത് നടക്കില്ല. അപ്പോൾ ഇതിന് പകരം ഒരു പുതിയ പാലമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെ എല്ലാവരും പറയുന്നത്. ഏത് രീതിയിൽ ഇത് പുതുക്കി പണിയാം എന്നുള്ളത് നമുക്ക് ഇതിന് വാർഡ് മെമ്പർ, കാരശ്ശേരി പഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പർ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഏത് രീതിയിൽ പഞ്ചായത്തിന് ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും, ഏത് രീതിയിൽ ഇതിനെ പുതുക്കി പണിയാൻ പറ്റും എന്നുള്ളത് എന്താണ് ഒരു മെമ്പർ എന്നുള്ളതൊക്കെ പറയാനുള്ളത്? മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ആളുകൾക്ക് പ്രയാസമുള്ളത് ഇത് തൂക്കുപാലമാണല്ലോ. തൂക്കുപാലം പോയി ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. പകരം നല്ലൊരു പാലം തന്നെ, അതായത് ഒരു ഓട്ടോറിക്ഷ, ജീപ്പൊക്കെ പോകുന്ന രീതിയിലുള്ള പാലം തന്നെ ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. ആഗ്രഹമല്ല, അങ്ങനെ തന്നെ വേണം. ഈ കൃത്യമായ മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് പാലം തകർന്നു എന്നുള്ളൊരു ആരോപണം, ആക്ഷേപവും ഉണ്ട്. എന്താണ് മെമ്പർ എന്നുള്ള പറയാം? മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ 3 വർഷമായി ഇവിടെ കാരശ്ശേരി പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറായിട്ട്. ഈ കാലയളവിൽ നല്ല രീതിയിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയോട് പല പ്രാവശ്യവും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ ഉന്നയിച്ചെന്നല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ ഓരോ വർഷവും പദ്ധതി വെക്കുന്ന സമയത്തും ഈ ഒരു കാര്യം പല വാർഡിലേക്കും പിന്നെ ഇതിന് അത്ര പ്രാധാന്യം അല്ലാത്ത പല കാര്യങ്ങളും പല വാർഡുകളുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിനത്ര പ്രാധാന്യം കൊടുക്കാതെ ഭരണസമിതി ഫണ്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാ തവണയും പദ്ധതിയിൽ ഫണ്ട് വെക്കുന്ന സമയത്ത് ഈ കാര്യം ഉന്നയിക്കലുണ്ട് എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്താണ് കാര്യമായിട്ട് ഇതിനൊരു മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം അവർ ഒരു ഏറ്റെടുത്ത് കണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ ഏത് രീതിയിൽ അതിന് കൂടെ സഹകരിക്കാൻ പറ്റും? പഞ്ചായത്തിന് പാലത്തിന് ഫണ്ട് വെക്കാൻ കഴിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരൊക്കെ നിങ്ങളൊക്കെ നിത്യേന ഈ മുക്കമങ്ങാടിയെ ആശ്രയിച്ചാണല്ലോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണല്ലോ. എന്തൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണ്? ഇപ്പം മുക്കത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസമാണ്. ചുറ്റി വളഞ്ഞ് പോകണം. ഞാൻ അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് രോഗികളും ഈ മുക്കം ഹെൽത്ത് സെൻ്റർ ഇത് തൊട്ട ഒരു 100 മീറ്റർ ഈ പുഴ കടന്നു കഴിഞ്ഞാൽ മുക്കം അങ്ങാടിയിലെ ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. രോഗികളായ ആളുകളുണ്ട്. അവർക്കൊക്കെ മരുന്ന് വാങ്ങാനൊക്കെ ഇപ്പോൾ കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്തൊക്കെ പ്രയാസങ്ങളാണ് അമ്മച്ചി ഉള്ളത്? അസംബ്ലി പോകാനും ആശുപത്രി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ചും കൂടെ പോകണം. എത്ര ദൂരം ചുറ്റണം? അവിടെ തൊണ്ടിമെന്ന് തെറ്റണം. അപ്പോൾ ഓട്ടോറിക്ഷ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ അത്? അല്ല, ഉള്ളോട്ട് പോകണം. ഇതിലാകുമ്പോൾ എളുപ്പമാണ്. അങ്ങാടിയിൽ കുറേ ദൂരെ പോയാലേ വണ്ടികളൊക്കെ കിട്ടുള്ളൂ അല്ലേ? അങ്ങാടി പോയാലേ കിട്ടുള്ളൂ. എന്താണ് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ്? നല്ല പ്രയാസം തന്നെയാണ്. കുട്ടികൾക്ക് ക്ലാസ് പോകാനും അല്ലാതെ ഞങ്ങൾക്ക് അക്കരയ്ക്ക് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. മക്കളൊക്കെ എത്രയോ ദൂരം നടന്നിട്ടാണ് കോളേജിലൊക്കെ പോകുന്നത്. അങ്ങനെ നല്ല പ്രയാസമുണ്ട്. പാലം എത്രയും പെട്ടെന്ന് വരണമെന്ന്. ഏത് രീതിയിലുള്ള പാലാണ് ഇനി ആഗ്രഹിക്കുന്നത്? ഇതിപ്പോൾ ഇനി ഇത്തരത്തിലുള്ള തൂക്കുപാലം ഉണ്ടാക്കിയ പൊളിയെന്നുള്ളതാണല്ലോ. നല്ല പാലം വരണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ ബുദ്ധിമുട്ട് അനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതിലായാലും പാലം എത്രയും പെട്ടെന്ന് വേണമെന്നാണ്. നല്ല പാലം വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ KMCT വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പാലമുള്ള സമയത്ത് 7 മണിക്ക് പോയാൽ മതി. ഇനിയിപ്പോൾ 6:30 മണിക്ക് പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം, ഓട്ടോ പോകുന്ന ഒരു പാലം കിട്ടിയാൽ അത്രയും നല്ലത്. ഈ അത്ര നേരത്തെ ഇവിടുന്ന് പോകുമ്പോൾ ഈ മറ്റു വാഹനങ്ങൾ നടന്നു പോവുകയാണോ? ഏത് രീതിയാണ് വാഹനങ്ങൾ കിട്ടുക പ്രയാസമല്ലേ? വാഹനം കിട്ടാൻ പ്രയാസമാണ്. ചുറ്റി വളഞ്ഞാണ്. ഇപ്പോൾ ചുറ്റി വളഞ്ഞാണ് പോവല്. വീട്ടിൽ നിന്ന് ഒരു 6:30 മണിയാകുമ്പോൾ ഇറങ്ങണം. എന്നാലാണ് കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിയുള്ളൂ. ഓക്കെ, എന്തൊക്കെ പ്രയാസങ്ങളാണ് ഈ പാലം പൊളിഞ്ഞോടുണ്ടായത്? ഞങ്ങൾക്ക് ജോലിക്കാർക്ക് പോകാൻ വളരെ പ്രയാസമുണ്ട്. പിന്നെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക്, പിന്നെ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് ഈ പാലം പോയത് കൊണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ഈ പ്രായം ചെന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഏത് രീതിയിൽ ആശുപത്രി കൊണ്ടുപോകലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകലും വരലൊക്കെ ഏത് രീതിയിലാണ്? ഇതിലെ നടന്നു പോരുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോകാനും പ്രായം ചെന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്താണ് ഇപ്പോൾ ആവശ്യം? എന്താ? കോൺക്രീറ്റിൻ്റെ പാലമാണ്. പിന്നെ അല്ലെങ്കിൽ മറ്റേ തൂക്കുപാലം തന്നെ നിർമ്മിച്ച് തരണം. കോൺക്രീറ്റ് പാലം നിർമ്മിക്കണം ഞങ്ങളെല്ലാവരും. പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രദേശത്ത് പാലി, തടപ്പറമ്പ്, കുമാരനെല്ലൂർ, അതുപോലെ വെള്ളരിച്ചാൽ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഏറ്റവും മുക്കത്തേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ ഉപയോഗിക്കുന്നൊരു പാലമായിരുന്നു. എത്ര വർഷമായി ഇത് മെയിൻ്റനൻസ് വർക്ക് ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിൻ്റെ മുന്നേ എല്ലാ ചാനലിലും ഈ പാലത്തിൻ്റെ അപകടാവസ്ഥ ഇവരെ ഭരണാധികാരികൾ ശ്രദ്ധപ്പെടുത്തിയതാണ്. അതുപോലെ എല്ലാ പത്രത്തിലൊക്കെ ന്യൂസ് വന്നതാണ്. പക്ഷെ അന്നൊക്കെ ഇത് വേണ്ട രീതിയിൽ ഭരണസമിതി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ പാലം ഇന്ന് ഈ അവസ്ഥയിൽ വരില്ലായിരുന്നു. കുറച്ച് വലിച്ചു കെട്ടുകയാണെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ദൈനംദിനം ഇവിടെ ജോലിക്ക് പോകാനൊക്കെ മുക്കങ്ങാടിയാണ്. അപ്പോൾ ഇവിടെ അപ്പുറം റോഡ് ഉണ്ടെങ്കിൽ പോലും ഇതൊരു മറ്റൊരു വാഹനങ്ങളൊന്നും പോകുന്നൊരു റോഡല്ല. നമ്മൾ സ്വന്തമായിട്ട് വിളിച്ച് വരിക എന്നുള്ളതാണ് ഓട്ടോറിക്ഷക്കാരനും. അതിനൊക്കെ വലിയ വാടക കൊടുത്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ 100 കണക്കിന് കുട്ടികൾ ഈ പാലം ആശ്രയിച്ചിട്ടാണ് നമ്മളെ സ്കൂളിലൊക്കെ പോകുന്നത്. മുക്കത്തെ 4 സ്കൂളിലേക്കുള്ള കുട്ടികൾ ഇതിലെ തന്നെയാണ് പോകുന്നത്. അവർക്കൊക്കെ വളരെ പ്രയാസപ്പെടും. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ പുഴ അക്കരെ കടത്തിയിട്ട് അതിന് അമ്മമാരാണെങ്കിലും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ പാലം നമുക്ക് പുതുക്കി പണിത്
കുട്ടികൾക്കൊക്കെ അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്കൊരു ഹോസ്പിറ്റലിനൊക്കെ എത്തിപ്പെടാനൊക്കെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു പാലവിടെ പുതുക്കി പണിത് തരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മുക്കവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ പാലത്തിലൂടെയാണ് വിദ്യാർത്ഥികളും എല്ലാവരും ഈ പാലത്തെ ആശ്രയിച്ചിട്ടാണ് പെട്ടെന്ന് മുക്കത്തേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ പുറപ്പെടുന്ന സമയം ഒരു അരമണിക്കൂറെങ്കിലും മുൻപേ പുറപ്പെട്ടാലേ നമ്മൾ മുക്കത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പുതിയൊരു പാലം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്. ഈ ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്താണ് അവർ പറയുന്നത്? അത് കൃത്യമായിട്ട് നമുക്ക് ഒരു പ്രതീക്ഷ അവർ തരുന്നില്ല പാലം കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും അത്യാവശ്യമായിട്ടും നമുക്ക് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ഇവിടെ ഒരു പാലം വരുമെന്നുള്ളതിന് കൃത്യമായിട്ട് നമുക്കൊരു പറയാൻ പറ്റുന്നില്ല എപ്പോഴാണെന്നുള്ളത്. പാലം പൊളിഞ്ഞതോടുകൂടി ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിൽ പകുതിയിലധികം ആൾക്കാർ വരുന്നില്ല, ആളില്ലാത്തതുകൊണ്ട്. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞതാണ്. എണ്ണം കുറഞ്ഞു, എത്രയോ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾക്ക് വരുന്ന തന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ സമയത്തിന് എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടാവുകയാണ്. അതായത് പാലുള്ള സമയത്താണെങ്കിൽ 1 മിനിറ്റും താമസമില്ലാതെ എത്തും. അപ്പോൾ എത്രയോ ചുറ്റി വളഞ്ഞിട്ട് ഒക്കെ വരണം. ഈ പാലത്തിന്റെ ഈ തകർച്ച ശരിക്കും ക്ഷേത്രത്തിന്റെ പിന്നെ നിത്യേനുള്ള കാര്യങ്ങളിൽ ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഈ നിത്യേനുള്ള പ്രവർത്തനത്തിന് 5-8 ആൾക്കാർ ജോലി ചെയ്യുന്നതിൽ അതിന് വരെയുള്ള വരുമാനം ഇപ്പോൾ എത്തുന്നില്ല, ആൾക്കാർ വരാത്തതുകൊണ്ട്. 100 കണക്കിന് ആൾക്കാർ നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിൽ 4-1 വീതം കൂടി വരുന്നില്ല. ഈ തവണത്തെ ഈ ബാഹുബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും ആളുകൾ എണ്ണം ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പകുതിയിലധികം ആൾക്കാർ കുറവാണ്, ഈ പാലത്തിന്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. ക്ഷേത്ര കമ്മിറ്റി അതിന് ബദലായിട്ട് ഇപ്പം എന്ത് രീതിയിലുള്ള പരിഹാരമാണ് കണ്ടത്? ക്ഷേത്ര കമ്മിറ്റി ഇപ്പം തൽക്കാലം ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രയാസം തന്നെയാണ്, ആൾക്കാർ കയറാനൊക്കെ പേടിയായതുകൊണ്ട് അതിലൂടെ വരാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഈ പാലം തകർന്നത്? പാലം തകർന്നത് രോഗികളായ ആളുകൾക്ക്, കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം 2-2.5-3 കിലോമീറ്ററോളം വളഞ്ഞ് 1 മണിക്കൂർ മുമ്പേ സഞ്ചരിക്കണം. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രയാസം. ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോഴൊക്കെ ഈ കുട്ടികൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്തത്. പെട്ടെന്നൊരു വാഹന സൗകര്യം ഏർപ്പാടാക്കുക എന്നുള്ളൊരു ഏറെ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വരികയാണ്. ഒരു നിത്യച്ചെലവിലേക്ക് ഒരു 80 രൂപ മുതൽ 100 രൂപ വരെ കൂടി എന്നുള്ളതാണ് അതിനൊരു വേറെ സത്യാവസ്ഥ. കാരണം ഓട്ടോ വിളിച്ച് വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വണ്ടിയില്ലാത്ത ആളുകളൊക്കെയാണ് അധികം ഉള്ളത്, വണ്ടിയുള്ള ആളുകൾ വളരെ കുറഞ്ഞ ആളുകളായി. ഏത് രീതിയിലുള്ള പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ശാശ്വത പരിഹാരമാണ് ഇനി ആവശ്യം. ഇതൊരു 3-4ാമത്തെ പ്രാവശ്യമാണ് തകരുന്നത്. അപ്പം ഒരു 1000-1000 ചില ആളുകൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നതാണ്. അതിന് കൂടെ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുണ്ട്, ഈ പ്രദേശത്തുള്ള കുറേ ആളുകളുണ്ട്, തടപ്പറമ്പ് കോളനി നിവാസികളൊക്കെ ആശ്രയിക്കുന്ന പാലാണിത്. അപ്പം എത്രയും പെട്ടെന്ന് നല്ല ശാശ്വതമായ കുറച്ചുകൂടെ ഹൈറ്റായിട്ടുള്ളൊരു പാലാണ് ഞങ്ങളെ പ്രതീക്ഷ. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയാണല്ലോ താങ്കൾ. അപ്പൊ ഈ നിത്യേന ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ പാലം വഴി തന്നെ ആയിരിക്കും. ഈ പാലം പൊളിഞ്ഞതോടെ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ്? ഈ ഏരിയ ഒറ്റപ്പെട്ടു പോയി. സ്കൂളിൽ പോണ കുട്ടികൾ, പിന്നെ സ്ഥിരമായിട്ട് പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു 2 നേരം പാല് കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ തോണി ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്ത് തോണിയില്ല. നേരത്തെ സ്ഥിരമായിട്ട് കടത്ത് തോണി ഉണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഞങ്ങളൊരു ബോട്ട് ഇതിനു വേണ്ടി ചെയ്തതാണ്. അതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ അല്ലേ? അല്ലല്ല, അതിന് മാത്രം ആൾ വരുന്നുണ്ടേ. പിന്നെ അത് അമ്പലത്തിൻ്റെ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അമ്പലത്തിലേക്ക് ആളുകൾ പറയും. ശനി ഞായർ തിങ്കളൊക്കെ നന്നായിട്ട് ആൾ വരുന്നതാണ്. അപ്പോൾ ദൂരെ നിന്ന് അതിൽ അപ്പുറത്തോട്ട് വരണമെങ്കിൽ പിന്നെ വണ്ടിയിലൊക്കെ വരുമ്പോൾ, വണ്ടി ഇല്ലാത്ത ആളുകൾക്ക് ഓട്ടോ ഒക്കെ വിളിച്ച് വരുമ്പോൾ വലിയ പൈസ വരും. പിന്നെ തിരിച്ചു ഇവിടുന്ന് പോകണ വണ്ടി കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് ആൾ പറയും നന്നായിട്ട്. ശരിക്കും അമ്പലത്തിന്റെ നിത്യേനുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ പ്രയാസം എല്ലാത്തിനും ബാധിക്കുകയത്. വരുമാനം കുറയും, മാത്രമല്ല ജനങ്ങൾക്കും സ്ഥിരമായിട്ട് വരുന്ന ഭക്തന്മാർക്ക് ഭയങ്കര പ്രയാസമാണ്. ഏത് രീതിയിലുള്ള പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പുതിയൊരു പാലാണ് അതിന് പരിഹാരം, ശാശ്വതമായ പരിഹാരം. ഇത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വലിയ പൈസ അതിനും വരും. അതിപ്പോൾ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തൽക്കാലം എന്തെങ്കിലും ചെയ്തിട്ട് ഈ പഞ്ചായത്ത് അധികൃതരും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇവരൊക്കെ ഈ ഫണ്ടിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. എത്തരത്തിലുള്ള പ്രതീക്ഷയാണ് ഇനിയുള്ളത്? പരമാവധി എല്ലാവരും ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ പറയുന്നത് ഇപ്പം വയനാട്ടിലെ ആ ദുരന്തം വലിയൊരിതായതുകൊണ്ട്
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയൊന്നും സാധിക്കും തോന്നുന്നില്ല. അപ്പോൾ ഫണ്ടിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാര്യമായിട്ട് പറയുന്നത്. നോക്കിയിട്ട് പരമാവധി ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയുന്നവർ. എന്തായാലും വലിയൊരു പ്രശ്നമാണ് ഈ ഏരിയയിലെ ആളുകൾക്ക്. ഭയങ്കര യാത്രക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. ഒറ്റപ്പെട്ടു പോകും. രണ്ട് ഭാഗത്തോടെയും വളരെ കൂടുതൽ യാത്ര ചെയ്യണം. അസിമിലേക്ക് പോകണമെങ്കിലും അപ്പുറത്തെ പാലം സാധാരണക്കാരന് ഉപകരിക്കില്ല. ഒരു പാലം എന്തായാലും വളരെ പെട്ടെന്ന് പുനർനിർമ്മിക്കണം. എന്നാലേ ഇപ്പോൾ ഈ ഏരിയൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമാവുള്ളൂ. അമ്പലത്തിലെ വരുമാനം നല്ലൊരു ഭാഗം ഇപ്പം തന്നെ. ഇനിയിപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്തന്മാർ വരുന്ന ക്ഷേത്രമാണ്. നമുക്ക് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലുള്ള പ്രയാസമാണ് ഇപ്പോൾ ഉള്ളത്? ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ നിത്യേന വന്ന് തൊഴുതു പോകുന്നതാണ്. ഈ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ എത്തിപ്പെടാൻ ഇപ്പോൾ വളരെ പ്രയാസമാണ്. ഒരുപാട് കിലോമീറ്ററുകളോളം ചുറ്റിത്തിരിഞ്ഞ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ അമ്പലത്തിൽ കഴിഞ്ഞ വാവുബലിക്കെല്ലാം തന്നെ 3000-ഓളം ആൾ എല്ലാ വർഷവും പങ്കെടുക്കുന്ന വാവുബലിക്ക് ഈ വർഷം 1000-ഓളം ആളുകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ശിവരാത്രി പോലുള്ള ഉത്സവങ്ങൾ ഇവിടെ നടന്ന് പോകുന്നതാണ്. 10,000-കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോകുന്നതാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പാലമാണിത്. അതുകൊണ്ട് ഈ പാലം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി എന്നുള്ളത് ഏത് രീതിയിലുള്ള ഒരു പാലമാണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്ന ഒരു കോൺക്രീറ്റ് പാലമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ആണ് നിർബന്ധമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യം. അതായത് കുട്ടികളും തൊഴിലിന് പോകുന്ന ആൾക്കാർ, രാവിലെ പോകുന്ന സ്ത്രീകൾ, ഷോപ്പിൽ പോകുന്ന ജോലിക്കാർ, ഇവർക്കൊക്കെ ഈ തൂക്കുപാലത്തിലൂടെ തൂക്കുപാലാണെങ്കിൽ അതിങ്ങനെ ആടിക്കളിക്കുന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നല്ലൊരു കോൺക്രീറ്റ് പാലം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വേണ്ട, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പെട്ടെന്നൊരു പാലം ഇവിടെ അത്യാവശ്യമാണ്. കാരണം ഇവിടുത്തെ ഈ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, അതുപോലെ പാല് കൊണ്ടുപോകുന്ന ആൾക്കാർ, ഈ തിരുവമ്പാടിയും കാരശ്ശേരിയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുക്കം ടൗണ്, ഈ മലയോര പ്രദേശത്തിൻ്റെ കേന്ദ്രമായ മുക്കം ടൗണിലേക്ക് ഏറ്റവും അടുത്ത് എത്താൻ സാധ്യതയുള്ള ഈ തൂക്കുപാലം നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് വേഗം പണി തീർത്ത് തരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ നിത്യേന ഈ ഭാഗത്തുള്ള ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ളവർ മുക്കത്തുള്ള പാൽ സൊസൈറ്റിയാണ് ആശ്രയിക്കുന്നത് പാല് കൊടുക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള ക്ഷീര കർഷകരാണ് നമ്മൾ കൂടുതലുള്ളത്. ഏതൊക്കെ രീതി ഇപ്പോൾ ഉള്ളൊരു പ്രയാസം എന്താണ്? പ്രയാസം പാലും കൊണ്ട് പോകാൻ കഴിയും. ഇപ്പം പാലില്ല, എന്നാലും പാലും കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്ങനെയെങ്കിലും പാലം വന്നിട്ട് വേണം ഞങ്ങൾ പശുവിനൊക്കെ വാങ്ങണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ തീരുമാനം. അല്ല, ഈ ചുറ്റി വളഞ്ഞ് ഒരുപാട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ അത് ബുദ്ധിമുട്ടല്ലേ. ഇവിടെ അടുത്തുള്ള ഒരുത്തൻ ഇതിലങ്ങനെ പോകുന്നുണ്ട്. ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അങ്ങനെ പോകാൻ ഇങ്ങനെ നടന്ന് കാലോട് വയ്യാതെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പാലം ശരിയാക്കി തരണം. അത്രയും നമുക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഈ മുക്കം ടൗണിനെയും അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തെയൊക്കെ ആശ്രയിച്ച് നിരവധി യുവാക്കൾ തൊഴിൽ ആശ്രയിച്ച് പോകുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഏറെ പ്രയാസം. ഏത് രീതിയിലാണ് ഈ ഒരു ഇപ്പോൾ ഒരു യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം നിർബന്ധമാണ് ഇവിടെയുള്ളവർക്ക്. അല്ലെങ്കിൽ ഈ തൂക്കുപാലം കടന്നങ്ങാട്ട് 100-150 മീറ്ററിൽ മുക്കം മുനിസിപ്പാലിറ്റി അങ്ങാടിയിൽ തന്നെ എത്തുന്ന ദൂരമുള്ളായിരുന്നു. ഇപ്പോൾ 2 കിലോമീറ്ററോളം ചുറ്റണം പോകണമെങ്കിൽ, എന്ത് ചെറിയൊരു ആവശ്യത്തിനാണെങ്കിൽ പോലും. ഈ അപൂർവം വീടുകളിലല്ലേ ഇപ്പം ഇത്തരം വാഹനങ്ങളുണ്ടാവും. രാത്രികളിലൊക്കെ അസുഖ കാര്യങ്ങളൊന്നും വരികയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിർബന്ധമായിട്ട് വാഹനമുള്ളവർക്ക് ഇത് പ്രശ്നമല്ല, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണിത്. ഈ പാലുള്ള സമയത്ത് വേറെ സൗകര്യമായിരുന്നില്ലേ? അതെ അതെ, തീർച്ചയായും. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഈ പാലേറ്റ്? ഈ പാലം തകർന്നതോടുകൂടി കുമാരനെല്ലൂർ തടപ്പറമ്പ് ഭാഗത്തുള്ള ആളുകൾക്ക് മുക്കത്തേക്ക് എത്താൻ 5 മിനിറ്റ് മതിയായിരുന്നു. അത് അരമണിക്കൂർ വേണ്ട ഒരവസ്ഥയായി. എല്ലാവർക്കൊന്നും വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലാത്തവരാണ് ഇപ്പം ചുറ്റിത്തിരിഞ്ഞ് 5 മിനിറ്റ് ചുറ്റിത്തിരിഞ്ഞ് നടന്ന് വന്നതായിട്ടാണ് മുക്കത്തെത്തുന്നത്. അതേപോലെ കർഷകർ, പാല് കൊണ്ടുവരുന്ന ആളുകൾ, വയസ്സായ ആളുകളാണ് പാല് കൊണ്ടുവരുന്നത്. അവർ 5 മിനിറ്റ് നടന്ന സൊസൈറ്റിയിൽ എത്തുമായിരുന്നു. ഇപ്പോൾ അവർ നടന്നു പോകണം, അല്ലെങ്കിൽ ആരെയും വണ്ടി കിട്ടിയ അവരെ വഴിയൊക്കെ കയറി പോകുക, അല്ലാതെ പാലെത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുമാതിരി മക്കൾക്ക്, കുട്ടികൾക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റിത്തിരിഞ്ഞ് വരണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് തരണം. കോൺക്രീറ്റ് പാലം കിട്ടിയാൽ അത്രയും നന്ന്, അല്ലെങ്കിൽ തൂക്കുപാലം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രയാസമുണ്ട്. കാരണം ഞങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ സ്ഥിരമായിട്ട് മുക്കത്ത് പോകുന്ന ആൾക്കാരാണ്. അത് ഇപ്പം ഭയങ്കരമായിട്ട് ചുറ്റി പോകണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നടന്നു പോകേണ്ട അവസ്ഥ. അതായിരുന്നു സ്ഥിതി. ഇവിടെയുള്ള ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. അവർ അതേമാതിരി മുക്കത്ത് ഷോപ്പുകളിൽ സ്ഥിരം നിൽക്കുന്നവരാണ്. അവർക്കും ഇതേമാതിരി ഡെയിലി 60 റുപ്യ ഓട്ടോറിക്ഷ കൊടുത്ത് വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളൊക്കെ പോയാൽ പാല് പൊളിഞ്ഞോടെ പ്രയാസപ്പെടില്ലേ? നല്ല പ്രയാസമാണ്. ഞങ്ങൾക്ക്
പുതിയ പാലം വെക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നില്ല. ഇവിടെ വേറെ വഴിയുണ്ട്, പക്ഷെ ചുറ്റി വളഞ്ഞു പോകുമ്പോൾ അപ്പത്തേക്കും നേരം വൈകും. അപ്പോൾ സ്കൂളിലെത്തുമ്പോൾ നേരം വൈകും. അപ്പൊ പ്രയാസം. ഇപ്പൊ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഇതിലൂടെ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഈ നാട്ടുകാരോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ തുടക്കം മുതലേ ഉള്ള വ്യക്തിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ മുക്കം മോമാക്ക. മോമാക്ക, ഏത് രീതിയിലാണ് ഇതിനൊരു പരിഹാരം ഏത് രീതിയിൽ കാണാൻ കഴിയും? ഇത് വളരെ പെട്ടെന്ന് ഇതിനൊരു അധികാരികളൊരു പരിഹാരത്തിലേക്ക് പോകണം. കാരണം ഈ പ്രദേശത്തുകാരുടെ ഒരു അത്താണിയാണ് മുക്കം. മുക്കത്താണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം, അവരുടെ ആശുപത്രി, അവരുടെ കച്ചവട സ്ഥാപനം എല്ലാം മുക്കത്താണ്. അപ്പോൾ മുക്കുമായി ബന്ധപ്പെടാൻ അവർക്കിപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതിനെല്ലാം ഉപരിയായി തൃക്കടവണ്ണ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും അപൂർവമായ കാണുന്ന ഒരു ക്ഷേത്രമാണ്. 10,000 കണക്കിന് ഭക്തന്മാരാണ് എല്ലാ കൊല്ലം ഇവിടെ വന്നു പോകുന്നത്. പുഴയുടെ നടുവിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അപൂർവമായിരിക്കും. അത്തരത്തിലുണ്ടാകുന്ന ഒരു വലിയ ക്ഷേത്രം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന യാത്രയായിരുന്നു കുറേ കാലത്തെ മുറവിൾക്ക് ശേഷം കാരശ്ശി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പാലം കെട്ടിയിട്ടുള്ളത്. കാരശ്ശി ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ആ പാലം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതൊരു പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് കാണിക്കുന്ന ചിറ്റമ്മ നയം ഈ പാലത്തോട് എന്തോ ഉണ്ടാകുന്ന ഒരു വിരോധം പോലെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. കഴിഞ്ഞ 3.5 കൊല്ലമായി ഒരു മെയിൻ്റനൻസും പഞ്ചായത്ത് ഭരണസമിതി ചെയ്തില്ല എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഒരു ശക്തമായ പ്രതിഷേധമുണ്ട്. തീർച്ചയായും പഞ്ചായത്ത് അതിന് മുൻകൈ എടുക്കണം. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLA യും MP എല്ലാവരും ചേർന്ന് ഇവരെല്ലാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒരു കോൺക്രീറ്റ് പാലം കിട്ടുമെങ്കിൽ ശ്രമിക്കാം. അല്ലെങ്കിൽ അടിയന്തരമായി ഒരു പുതിയ തൂക്കുപാലം നിർമ്മിക്കണം. അതിന് നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് അതിശക്തമായി പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ അക്കാര്യത്തിലില്ല. നിർബന്ധമാണ് ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കമ്മിറ്റി രൂപീകരിക്കുക അല്ലെങ്കിൽ അടിയന്തരമായി 21-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതിയെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നാട്ടുകാരുടെ ഒരു വലിയ പ്രക്ഷോഭമായി അവിടെ ഉണ്ടാകുന്ന ധർണയും സമരം ഇവിടെ സംഘടിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് മറ്റെല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണക്കി എങ്ങനെയെങ്കിലും ഈ നാട്ടുകാരുടെ ആവശ്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു അമ്പലമാണിത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയണം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മൾ ഈ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കേട്ടത്. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും MLA യുടെയും സർക്കാരിൻ്റെ ഒക്കെ സഹായത്തോടെ ഈ പാലം താൽക്കാലികമായി പുനർനിർമ്മിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ആവശ്യം നിറവേറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.